വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ രക്ഷാപ്രവർത്തനം 6ാം നാളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഡ്രോണിന്റെ സഹായത്തോടെ മേഖലയിൽ തെരച്ചിൽ നടത്തും. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം അറിയാൻ ഇന്ന് ഐബോർഡ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ചാലിയാറിൽ കൂടുതൽ സംവിധാനങ്ങളോടെ പരിശോധന ഊർജിതമാക്കും. ആദ്യം വിവരങ്ങളുമായി റമീസ് ചേരുന്നുണ്ട്. റമീസ്, ഇന്നും പരിശോധന ഊർജിതമായി മുൻപോട്ട് പോകാനാണ് നീക്കം. 6ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപിപ്പിച്ച് പ്രത്യേക രീതിയിൽ തന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? വിശദമായി ലഭിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്? പ്രിയ, ചൂരൽമല ദുരന്തത്തിൻ്റെ 6ാം ദിനം കൂടുതൽ സംവിധാനത്തോടു കൂടി രക്ഷാദൗത്യം പുരോഗമിക്കാനാണ് എന്തായാലും തീരുമാനം. ഇതിൻ്റെ ഭാഗമായി ഡ്രോൺ സർവേ, ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്താനാണ് തീരുമാനം. അതായത് മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും ഇനി തിരച്ചിൽ. കാരണം മനുഷ്യ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചുകൊണ്ട്, ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ എത്തിച്ച് പരിശോധന നടത്തി എല്ലാവിധത്തിലുള്ള രക്ഷാദൗത്യവും നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ശക്തമായ സംവിധാനങ്ങളോട് കൂടിയ പരിശോധന വ്യാപകമാക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ NDRF K9 ഡോഗ് സ്ക്വാഡ്, ആർമി K9 ഡോഗ് സ്ക്വാഡ്, ഓപ്പറേഷൻ ഗ്രൂപ്പ്, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് തുടങ്ങി തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ടീം, NDRF, നേവൽ, കോസ്റ്റ് ഗാർഡ് തുടങ്ങി 11 സേനാ വിഭാഗങ്ങളിലെ 1000-ലധികം വരുന്ന സൈനികരുമായാണ് പരിശോധന നടത്തുന്നത്. ഇതിൻ്റെ പുറമെ സന്നദ്ധ സംഘടനയിലെ സേവകരുമുണ്ട്. നിലവിൽ 7 മണിക്കാണ് പരിശോധന ആരംഭിക്കുന്നു പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി ആളുകളെ ബേലി പാലത്തിലൂടെ കടത്തിവിടുന്നുണ്ട്. ഉടൻ തന്നെ ഇവർ ചൂരൽമലയിലും മുണ്ടക്കയിലും മറ്റ് 6 സോണുകളിലേക്കായി ഇവരുടെ പരിശോധന ആരംഭിക്കും. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ഇത്രയും ദിവസം തുടർന്നു വന്ന പരിശോധന അത് എല്ലാം തന്നെ കുറ്റമറ്റ രീതിയിൽ ശക്തമായി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. തന്നെ ഇന്നും മുൻ ദിവസങ്ങളിലേതുപോലെ തന്നെ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി 6 സോണുകളായി തിരിച്ചാണ് ഇന്നും പരിശോധന നടക്കുന്നത്. ഇതിൽ 2ാം സോണിലാണ് കൂടുതൽ ആളുകളെ നിയോഗിക്കുക. അതായത് 1ാം സോണിൽ 164 പേരെയും 2ാം സോണിൽ 341 ആളുകളെയും വെച്ചാണ് പരിശോധന നടത്തുന്നത്. 3ാം സോണിൽ 122 പേരെയും 4ാം സോണിൽ 266 പേരെയും 5ാം സോണിൽ 112 പേരെയും 6ാം സോണിൽ 155 പേരെയും ഇത്തരത്തിലാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇതിനു പുറമെ മറ്റും ഇവരുടെ കൂടെ പരിശോധന നടത്തും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സംവിധാനങ്ങളും സന്നാഹങ്ങളും യന്ത്രങ്ങളൊന്നും തന്നെ കടന്നു പോകാത്തിടങ്ങളിൽ മനുഷ്യസാധ്യമായ രീതിയിലെല്ലാം തന്നെ ഇവിടെ ഒരു പരിശോധന നടത്തും. കാരണം ഇവരെ കാത്തു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതയിൽ പെട്ടവർക്ക് നമ്മൾ ക്യാമ്പുകളിലൊക്കെയും തന്നെ കണ്ടു, പലരെയും ഇപ്പോഴും തിരിച്ച് കിട്ടാനുണ്ടെന്നുള്ളൊരു, അപ്പോൾ അവർക്ക് എല്ലാം എത്തിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്കാണ് ഈ രക്ഷാദൗത്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഇതിൻ്റെ ഭാഗമായാണ് ചാലിയാർ പുഴയുടെ തീരത്തടക്കം, നമുക്കറിയാം ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ചാലിയാർ പുഴയുടെ തീരത്തുനിന്ന് വലിയ രീതിയിൽ എണ്ണത്തിൽ ഒരു മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാലിയാറിലും ശക്തമായി തന്നെ പരിശോധന ഇന്നും നടത്തുന്നതായിരിക്കും. 40 കിലോമീറ്ററോളം നീളമുള്ള ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ അതാത് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി, സ്കൂബ ടീമിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുക. ഇതിൽ നാട്ടുകാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനം. കാരണം ഈ അധികൃതർ പറയുന്നതനുസരിച്ച് ഈ പുഴയുടെ രീതിയും ആ പുഴയുടെ ഒഴുക്കും മറ്റും തിരിച്ചറിയുക, കൂടുതൽ അറിയുക, അവിടുത്തെ തന്നെ നാട്ടുകാരുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കുക. ഇന്നലെ തന്നെ ഈ ഒരു പരിശോധനയിൽ 4 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ 3 എണ്ണം വയനാട് ജില്ലയിൽ നിന്നും 1 മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇതിനു പുറമെ 100-ലധികം
അവയവങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെ പരിശോധന നടത്തി സാധ്യമായിടത്തെല്ലാം തന്നെ ചെന്നെത്തി എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയാണ് ഇവിടെയൊക്കെയും തന്നെ പരിശോധന നടത്തുന്നത്. ഇതുപോലെ തന്നെ ഈ മനുഷ്യർക്ക് വേണ്ടിയുള്ള പരിശോധനയ്ക്ക് പുറമെ മൃഗങ്ങൾ, വളർത്തു മൃഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പരിശോധനയ്ക്കിടയിൽ തന്നെ ഒരുപാട് വളർത്തു മൃഗങ്ങൾ അനാഥരായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ ഉള്ളിൽ വെച്ച ഒരു വലിയൊരു വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളർത്തു മൃഗങ്ങൾക്കായി ഒരു മൃഗസംരക്ഷണ വകുപ്പ് റൂമും ചൂരൽമലയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൺട്രോൾ റൂമാണ് ഇതിനായി ചുക്കാൻ പിടിക്കുക. മൃഗങ്ങളെ ഏറ്റെടുക്കുന്ന ക്ഷീര കർഷകരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം, ജലം, അതുപോലെ തന്നെ NGO വളണ്ടിയർ മുഖേന ഇതൊക്കെയും തന്നെ ലഭ്യമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൂരൽമല ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ച 2 നായ്ക്കുട്ടികളെ മിലിറ്ററിക്കും പോലീസ് സ്പെഷ്യൽ ഡിഫൻസ് ഗ്രൂപ്പിനും കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം, അതുതന്നെയാണ് 6ാം ദിവസവും ഈ ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് നമ്മൾ കാണുന്നത്. പ്രിയ രമീസ, 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തെരച്ചിൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രക്ഷാപ്രവർത്തകരെ ഒക്കെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്ന നടപടികളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ദുരിതബാധിത മേഖലകളിലേക്ക് പ്രവേശനം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതനുസരിച്ച് ഇവരെ അവിടേക്ക് കടത്തിവിടുന്നു. പിന്നീട് ഈ 6 സോണുകളായി തിരിച്ചിരിക്കുന്ന മേഖലകളിലേക്ക് എങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ എന്നതിൻ്റെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുത്തുകൊണ്ടാണല്ലോ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്? പ്രിയ, അത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃത്യമായി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഇന്ന് ഇവിടെ പരിശോധന നടത്താൻ അല്ലെങ്കിൽ ഈ ഒരു ദുരന്ത രക്ഷാദൗത്യ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമുള്ളത്. കാരണം ഒരു ഇടിച്ചു കയറ്റം പല മേഖലകളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്ത സന്നദ്ധ സേന വളണ്ടിയർക്ക് മാത്രമേ ഇത്തരത്തിൽ പോകാൻ പറ്റൂ. ഇപ്പോൾ നിലവിൽ ഓരോ വിഭാഗങ്ങളായി ഓരോ സോണുകളിലേക്ക് ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ പണിയായുധങ്ങളും മറ്റുമായിട്ട് അവരുടെ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളും മറ്റുമായിട്ടാണ് ഇവരൊക്കെയും തന്നെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ സൈനികരുണ്ട്, സംഘടനകളുടെ ണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ തന്നെ ഇവരൊക്കെയും തന്നെ അതിൻ്റെ ഭാഗമായി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെയും തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ദുരന്ത ദൗത്യം പിന്നാലെ രക്ഷാദൗത്യം ആരംഭിച്ചതിന് പിന്നാലെ ഇവരൊക്കെയും തന്നെ ഇവിടെ എത്തിയതാണ്. ഇവർ ഇവിടെ അടുത്തുള്ള ക്യാമ്പുകളിലും മറ്റും താമസിച്ചുകൊണ്ട് രാവിലെ കൃത്യമായി എത്തുകയാണ് ചെയ്യുക. ശേഷം സൈനികരോടൊപ്പം നിയോഗിച്ച സൈനികരോടൊപ്പം കൃത്യമായ സോണുകളിലേക്കായി നീങ്ങുകയും ചെയ്യും. അപ്പം ഇവർക്കായുള്ള ഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങളടക്കം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. ഈ കാലാവസ്ഥ ഇന്ന് എങ്ങനെയാണ്? രാവിലെയൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ അതേസമയം കാലാവസ്ഥയിൽ അനുകൂലമായ ഉണ്ടായിരുന്നു. അവിടെ കാലാവസ്ഥ നിലവിൽ മേഖലയിൽ രക്ഷാദൗത്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ മറ്റൊരു മഴയ്ക്കുള്ള സാധ്യത നിലവിലില്ലെങ്കിൽ ഒരു മൂടപ്പെട്ട കാലാവസ്ഥ കണ്ട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് രാവിലെയും ഒരു ചെറിയ മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. എന്നാലും നിലവിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് എല്ലായിടത്തും കാണുന്നത്. അത് രക്ഷാദൗത്യത്തിന് അനുകൂലമാവും എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ ഈ മഴയുടെ ആ ഒരു കുത്തൊഴുക്ക് അത് പല ഭാഗങ്ങളിലുണ്ട്. ഇതിപ്പോ ചാലിയാർ പുഴയിലാണെങ്കിലും ചാലിയാർ പുഴയിലൊക്കെ തന്നെ ഈ രക്ഷാദൗത്യം നടത്തുന്നതിലൊരു വിഘാതം സൃഷ്ടിക്കുന്നത്, പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മഴവെള്ള പറ്റിൽ തന്നെയാണ്. കാരണം നേരത്തെ പെയ്ത മഴ അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കുത്തൊഴുക്ക് അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു മൂടപ്പെട്ട കാലാവസ്ഥയാണെങ്കിലും നിലവിൽ ഒരു മഴ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളൊക്കെയും തന്നെ ഈ ഒരു മേഖലകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ
ഇവരൊക്കെയും തന്നെ നേരത്തെ എത്തിയതാണ്. അതിന്റെ ഒരു പരിശോധനയും കാര്യങ്ങളും നടത്തിയാണ്